പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുവചനം പറയുന്നു, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ശുദ്ധിയുടെയും അശുദ്ധിയുടെയും ഉറവിടം യഥാർത്ഥത്തിൽ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം ശുദ്ധവും നിർമ്മലവുമാണെങ്കിൽ നല്ല ചിന്തകളും നന്മകളുമാണ് പുറത്ത് വരുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയം അശുദ്ധമാണെങ്കിൽ തിന്മയായിട്ടുള്ളവയായിരിക്കും പുറത്തു വരിക. നമ്മുടെ ചിന്തകളും അതുപോലെ പ്രവർത്തനങ്ങളും എല്ലാം ദുഷിച്ചതായി മാറും. ദുശ്ചിന്തകളും കൊലപാതകങ്ങളും പരദൂഷണവും മോഷണവും വ്യഭിചാരവും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിലെ അശുദ്ധിയാണ് ഈ തിരുവചനങ്ങളിലൂടെ നാം കാണുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-ാം തിരുവചനം പറയുന്നു, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മകൾ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:3 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. 4:7 പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എല്ലാം മനസ്സിലാക്കി വേണം നാം ജീവിക്കുവാനായിട്ട്. വിശുദ്ധി കൂടാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. എഫേസോസ് 5:5 തിരുവചനം പറയുന്നുണ്ട്, വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്ന്. വെളിപാട് 21:27 എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അപ്പോൾ അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗടില്യവും ആ വഞ്ചനയും കാപട്യവും നിറഞ്ഞ ഹൃദയം ഉള്ളവരുമൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുവാനുള്ള യോഗ്യത വിശുദ്ധിയാണ്. അതിനാൽ വിശുദ്ധിക്ക് വേണ്ടിയാണ് നാം അനുദിനം കഠിനമായി പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.